പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും ഇന്ന് ആയിരിക്കുന്ന ഈ സാഹചര്യത്തിനകത്ത് ഒരു പുതിയ ചലനം നിങ്ങൾ കാണാൻ പോകുന്നു. എങ്ങനെയെന്നല്ലേ? പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രവൃത്തികളാലോ നിങ്ങളുടെ എന്തെങ്കിലും നല്ല കാര്യത്തിനാലോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹം കാരണം നിങ്ങളൊരു അനുഗ്രഹം കാണാൻ പോകുന്നു, നിങ്ങളൊരു അത്ഭുതം കാണാൻ പോകുന്നു. നമ്മൾ ഈ 2024 നിന്ന് 2025 കടന്നുകൊണ്ടിരിക്കുക. ഈ 2025 കയറുന്നത് നമുക്ക് പലർക്കും പല തീരുമാനങ്ങളുണ്ട്. ചിലർ പറയും ഞാൻ ഈ വർഷം മുതൽ നന്നാകാൻ തീരുമാനിച്ചു. ചിലർ പറയും ഈ വർഷം മുതൽ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ എങ്ങനെയൊക്കെ ഇരിക്കട്ടെ, 2024 നിന്ന് 2025 നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ ഒരു തീരുമാനം കൂടെ എടുക്കുക. ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ വചനം എന്നിൽ വെളിപ്പെടുമ്പോൾ ബൈബിൾ പറയുന്നത് ഇങ്ങനെ ഒന്ന്, വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. അപ്പോൾ ഈ വചനത്തിൻ്റെ ചുരുളഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ഈ ലൈറ്റ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ അകത്ത് ഈ പ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു അന്ധകാരത്തിൻ്റെ കീഴിൽ കിടക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാകുന്നു. അത് എപ്പോഴും ജീവിക്കുന്നതാകുന്നു, അത് ആക്റ്റീവ് ആകുന്നു. ഇന്ന് ചില ദൈവവചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ ഒരു വചനവും പറയാൻ പറ്റത്തില്ല. കാണാതെ വേണമെങ്കിൽ പഠിക്കാം, 10,000 വചനങ്ങൾ കാണാതെ പഠിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കൃപയില്ലാതെ അതിൽ ഒരു വചനം പോലും നമ്മുടെയോ എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിനകത്ത് ആക്റ്റീവ് ആകുന്നില്ല, ഫലപ്രദമാകുന്നില്ല. എന്തായാലും കർത്താവിൻ്റെ ആത്മാവിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ ഉള്ളതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കറിയാമോ, ഈ ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ആക്റ്റീവ് ആകുന്നതിന് 2 കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് വിശ്വാസവും, രണ്ടാമത്തത് അദ്ദേഹത്തിന് ആ വചനത്തോടുള്ള സമീപനവും. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന കാര്യം വളരെ സ്പഷ്ടമായ ഒരു വിഷയമാകുന്നു നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത്. കാരണം ക്രിസ്ത്യാനി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു നമുക്ക് വേണ്ടി വന്ന് മരിച്ചുവെന്നും ക്രൂശിൽ അദ്ദേഹം കിടന്നുവെന്നും അദ്ദേഹം സംസ്കരിക്കപ്പെട്ടുവെന്നും എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും നാം വിശ്വസിക്കുന്നു. അതിനാൽ നാം ക്രിസ്ത്യാനിയായിരിക്കുന്നു. ഈ വിശ്വാസമില്ലാത്തടത്തോളം കാലം ഞാനും ക്രിസ്ത്യാനിയല്ല. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ സ്നാനപ്പെടുത്തി, അല്ലെങ്കിൽ നമുക്ക് ഒരു പേര് തന്നു, നമുക്ക് നല്ലൊരു പേര് തന്നു, അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നില്ല. ക്രിസ്ത്യാനി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായി തീരുന്നു. ഇത് വ്യക്തിപരമാകുന്നു. ഇത് സാധാരണ എല്ലാവരുടെ ഇടയിൽ വരുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരിക അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആവുക എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ തീരുമാനമാകുന്നു, വ്യക്തിപരമായ തീരുമാനമാകുന്നു. അതുകൊണ്ടായിരുന്നു പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഇത് വ്യക്തിപരമായ തീരുമാനമാണ്. എന്തായാലും ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിൾ പറയുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പോൾ അബ്രഹാം വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? അല്ലെങ്കിൽ എന്താണ് വിശ്വാസം? ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് അമാൻ എന്ന് പറയുന്നൊരു വാക്കാണ്. അമാൻ, ഹെബ്രായ ഭാഷയിൽ അമാൻ എന്ന് പറയും. അമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അർത്ഥങ്ങളാണ്. ഒന്ന് ആ കേട്ട വിഷയത്തിൽ ചിലതിനെ പണിതെടുക്കുക, ആ കേട്ട വിഷയം ഉള്ളിനകത്ത് കയറുക, അതിൽ പണിതെടുക്കുക. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നിശബ്ദനായിരിക്കുക, അല്ലെങ്കിൽ സ്ഥിരതയുള്ളവനാകുക. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് നീ എൻ്റെ കൂടേക്ക് ഇറങ്ങി വരിക, അല്ലെങ്കിൽ പുറത്തേക്ക് വരിക, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ജാതിയാക്കും. അബ്രഹാം ആ വാക്കിൽ വിശ്വസിച്ചു. അതായത് അബ്രഹാം ആ കേട്ട വാഗ്ദത്തത്തിൽ തൻ്റെ ചിന്തകളെ ക്രമീകരിക്കാൻ തുടങ്ങി. ഇതാണ് വിശ്വാസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന കാര്യത്തെ നിങ്ങൾ പണിയാൻ തുടങ്ങും. നിങ്ങളുടെ മൈൻഡ് തലത്തിൽ, നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ പണിതെടുക്കാൻ തുടങ്ങും. നിങ്ങൾ പിന്നെ അങ്ങനെ ജീവിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മക്കളില്ലാത്തപ്പോൾ പറഞ്ഞു, നിനക്ക് ഞാൻ സന്താന പരമ്പരകളെ തരും. ഇത് കേട്ട അബ്രഹാം ദൈവം പറഞ്ഞ കാര്യത്തിൽ വിശ്വസ്തനായി നിന്നു, അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന ഒരു ഉറപ്പിൽ അദ്ദേഹം മുന്നോട്ടിറങ്ങി. ഒന്നാമത്തത് ബിൽഡ് ചെയ്യുക. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവവചനത്തെ നിങ്ങളുടെ അകത്തോട്ടെടുത്ത് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദനായിരിക്കുക, അല്ലെങ്കിൽ പെർമനന്റ് ആയിരിക്കുക, സ്ഥിരതയുള്ളവനായിരിക്കുക. എന്താണ് നിശബ്ദത? നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിന് വിപരീതമായി ഭയങ്കര വിഷയങ്ങൾ വന്നേക്കാം, പക്ഷെ പറഞ്ഞ ദൈവം വിശ്വസ്തനാണെന്നതും അവൻ്റെ വാക്കിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് അചഞ്ചലമാണെന്നും.
അത് മാറുന്നതല്ല. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ എൻ്റെ വചനങ്ങളോ അത് മാറുകയില്ല എന്ന് പറഞ്ഞതുപോലെ അത് നിലനിൽക്കുന്നതാണെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം. ആരിൽ? ദൈവത്തിൽ. ഇതാണ് വിശ്വാസത്തിൻ്റെ 2 തട്ടുകൾ. ഒന്നാമത്തത്, നിങ്ങൾ കേട്ട കാര്യത്തെ ബിൽഡ് ചെയ്യുക. ദൈവം അതിനനുസരിച്ച് ചെയ്യുമെന്നൊരു ഉറപ്പിൽ നിങ്ങൾ അതിൻ്റെ ആ വിഷനുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ ദൈവം നിങ്ങളോട് പറഞ്ഞു ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. നിങ്ങൾ അതിനകത്ത് വിശ്വസിച്ചു എന്നതിൻ്റെ തെളിവ് നിങ്ങൾ വാഹനം ഓടിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇമാജിനേഷനിൽ നിങ്ങൾ ഇന്ന കളർ വാഹനം വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ നിലവാരത്തിൽ ഒരു വാഹനം വേണം, നിങ്ങൾ അത് ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളൊരു പോർച്ച് പണിയാൻ തുടങ്ങും. ഇതാകുന്നു വിശ്വാസത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ്. നിങ്ങൾ അതിനെ ഈ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഇമാജിനേഷൻ തലത്തിൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങളുടെ കൈകളിൽ 5 പൈസ കാണത്തില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ ആ പറഞ്ഞത് ദൈവമാകിയാൽ നിങ്ങൾ ആ കാര്യത്തിൽ പ്രതീക്ഷയോടെ ഇരിക്കും. എന്തായാലും ഇന്നൊരു ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അബ്രഹാമിനെ പോലെ നിങ്ങളും തയ്യാറാണോ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നിശബ്ദനായിരിക്കുവാനും നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു വചനഭാഗം പറയട്ടെ. 2 പത്രോസിന്റെ ലേഖനം, പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും അവൻ്റെ ദൈവശക്തി പ്രദാനം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ വചനഭാഗത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതായത് നിന്റെ ജീവിതത്തിനും നിന്റെ വിശ്വാസ ജീവിതത്തിനും, നിന്റെ ഭൗമിക ജീവിതത്തിനും നിന്റെ വിശ്വാസ ജീവിതത്തിനും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവശക്തി പ്രദാനം ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, ഇത് എൻ്റെ കഴിവിൽ വരുന്നതല്ല, മറിച്ച് യേശുവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം പ്രദാനം ചെയ്തിരിക്കുന്നു. അതായത് ചിലപ്പോൾ നാളുകളിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് കാശില്ലായിരിക്കാം, അവൻ്റെ ശക്തി അത് പ്രദാനം ചെയ്യും. ചിലപ്പോൾ നാളുകളിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ആരോഗ്യമില്ലായിരിക്കാം, അവൻ്റെ ശക്തി നിങ്ങൾക്കത് പ്രദാനം ചെയ്യും. ചിലപ്പോൾ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെ തകർന്ന് പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ കിടക്കുന്നത്. ഒരു റെസ്റ്റോറേഷൻ അത് അവൻ്റെ ശക്തി ചെയ്യും. നിങ്ങളുടെ കഴിവിനാലല്ല, നിങ്ങളുടെ പ്രവൃത്തിയാലല്ല. തിരുവചനം തെറ്റാറില്ല. തിരുവചനം പറയുന്നത് ഇങ്ങനെയാകുന്നു: തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയേണ്ടത് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുമെന്നല്ല, ഇതിൽ നിന്ന് ആര് നിങ്ങളെ പുറത്തു കൊണ്ടുവരും? അത് യേശു അല്ലാതെ മറ്റാർക്കും നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തുമില്ല. അപ്പോൾ ആ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസം, അല്ലെങ്കിൽ ഈ വചനത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ സാഹചര്യത്തെ തിരിക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞു നിർത്തട്ടെ. നിങ്ങൾ ഇതിനെ ബിൽഡ് ചെയ്യുക. നാളുകളിൽ നിങ്ങൾക്ക് എന്ത് വേണം കർത്താവ് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി അത് പ്രദാനം ചെയ്തിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇമാജിനേഷനിൽ കാണുക. നാളുകൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനുള്ള ഫീസ് കർത്താവ് തന്നു കഴിഞ്ഞിരിക്കുന്നു. നാളുകൾ നിങ്ങളുടെ ഭാവിക്ക് ആവശ്യമായതൊക്കെയും അവൻ തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഭൗമിക തലമെങ്കിൽ ആത്മീക തലത്തിൽ പറയട്ടെ, ഒരു അഭിഷക്തൻ എന്ന നിലയിൽ, ഒരു അഭിഷക്ത എന്ന നിലയിൽ നിനക്ക് ഈ വിശ്വാസ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള ഫെയ്ത്ത്, വിശ്വാസം, ശക്തമായ ഒരു ഉറപ്പ്, അത് നിന്റെ അകത്ത് ഓൾറെഡി യേശു തന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി ലഭിക്കുമെന്നല്ല, തന്നിരിക്കുന്നു. ഓൾറെഡി ഇത് തന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ അകത്തോട്ട് കയറട്ടെ. നിങ്ങൾക്ക് യേശു സകലതും തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇമാജിനേഷൻ തലത്തിൽ നിങ്ങൾക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് തന്നതിനെ കുറിച്ചുള്ള ഒരു ഉറപ്പിൽ മുന്നോട്ട് പോവുക. ആ ആശുപത്രി കേസിൽ നിങ്ങൾ തീരില്ല. കാര്യം ആ ആരോഗ്യം നൽകപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ കഴിവല്ല, എൻ്റെ കഴിവല്ല, അത് അവൻ്റെ കൃപയാകുന്നു. അത് നൽകപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കൃപ നിങ്ങൾക്കത് നൽകപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നമ്മുടെ കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞത്: നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇല്ലാത്തതിനെ നോക്കി നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ആശുപത്രിയിൽ നിങ്ങൾ തീരത്തില്ല. ഈ ക്യാൻസർ നിങ്ങളെ കൊല്ലത്തില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ശക്തി അതിനെ ക്യൂർ ചെയ്യാൻ തക്കവിധം നിങ്ങളുടെ മേൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഓൾറെഡി ആ ക്യൂർ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി ആ സമാധാനം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി അവൻ നിങ്ങൾക്ക് ആവശ്യമായതൊക്കെയും അവൻ്റെ ദൈവശക്തി നിങ്ങൾക്കത് നൽകിയിരിക്കുന്നു. ഇന്ന് പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും ഇതിനെ ബിൽഡ് ചെയ്യുക. ഇതിൽ അചഞ്ചലരായി നിൽക്കുക, ചലിച്ചു പോകാത്തവരായി നിൽക്കുക. ഇനി എത്ര വലിയ പോരാട്ടമുണ്ടെന്നും പറയട്ടെ, നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുക. കാരണം നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളും. കർത്താവ് തൻ്റെ പ്രവർത്തികളെ കാണിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് അത് വിസ്മയവാഹമായി തീരേണ്ടതിന് കർത്താവ് നിങ്ങളെ അത്ഭുതമാക്കി തീർക്കുകയും അവൻ്റെ അത്ഭുതം നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാമോ? കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ അവിശ്വസ്തതയാൽ ഞങ്ങൾ ഭാരപ്പെട്ട പല സന്ദർഭങ്ങളുണ്ട്. ഞങ്ങളുടെ അവിശ്വസ്തതയാൽ ഞങ്ങൾ പലപ്പോഴുമായി തളർന്നുപോയ പല അവസരങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് ഞങ്ങൾക്കത് തന്നിരിക്കുന്നു, ഞങ്ങൾ ഉറപ്പിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സാഹചര്യം എന്തുമാകട്ടെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങൾ കാണും. വിശ്വസിച്ചാൽ നീ എൻ്റെ മഹത്വം കാണുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് അങ്ങ് ചോദിച്ചത് മർത്തയോടല്ല, അത് ഞങ്ങളോടാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഞങ്ങൾ മഹത്വം കാണുക തന്നെ ചെയ്യും.
ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. 2025 നിന്റെ വർഷമാകുന്നു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.